ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ആവിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടുനോക്കിയാലോ. അപ്പോൾ ആദ്യം ജ്യൂസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് അളവിലുണ്ടാവും കേട്ടോ മുറിച്ചെടുക്കുമ്പോൾ. അത് നമുക്ക് മിക്സറി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു പകുതി ഭാഗം കൂടെ ചേർക്കുന്നുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ബാക്കിയുള്ള പകുതി ഭാഗം നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് ലാസ്റ്റ് ജ്യൂസിലേക്ക് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നല്ല പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് മുഴുവൻ വേണ്ട കേട്ടോ, പഴം കുറച്ച് മതി. കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കട്ടിപ്പ് ടേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി അതുകൂടി ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്ന കുറച്ച് ഹോർലിക്സ് ആണ് കേട്ടോ. ഒരു 1-1.5 ടേബിൾ സ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു 2 കപ്പ് പാലാണ് കേട്ടോ വേണ്ടത്. നല്ല തണുത്തിരിക്കുന്ന പാലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പാൽ ഒഴിക്കുക. എല്ലാം കൂടെ ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വെള്ളം നമ്മളിതിൽ ചേർക്കുന്നില്ല. പാലിൻ്റെ ടേസ്റ്റ് വെള്ളം ജ്യൂസ് പോലെ നല്ല കുടിക്കാനാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസിൻ്റെ പരിപാടി. ഇത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ലൂസാക്കിയിട്ടൊക്കെ കുടിക്കാം. നമ്മളിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് അവിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊരി അവിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ സാധാരണ മുൻപൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സാധാരണ അവിലെടുത്ത് ഒരിത്തിരി ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ഓരോ ഗ്ലാസ്സിലും 1-2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് കൊടുക്കാം. എത്രയ്ക്ക് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടപ്പെട്ടുള്ള നട്ട്സ് ഏതെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കുക. ബദാമോ പിസ്തയോ അല്ലെങ്കിൽ കാഷ്യോ കപ്പലണ്ടോ ഏതായാലും കുഴപ്പമില്ല. അത് കുറച്ച് എല്ലാത്തിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കഴിക്കാനും അതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ ആദ്യം ആപ്പിൾ ജ്യൂസിലേക്ക് കട്ട് ചെയ്തപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒരു പീസ്, അതിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഓരോ ഗ്ലാസ്സിലേക്ക് അതുകൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഐറ്റം റെഡിയായി. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ ഉണ്ടാവും സെറ്റാക്കി എടുത്ത് കഴിയുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജ്യൂസ് പോലെ സിമ്പിളായിട്ട് കുടിക്കാനും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ടാൽ പിന്നെ ഒന്നും പറയേണ്ട, പൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്